അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിൽ ഗ്രാമത്തിലെ കുമാരഗിരി എസ്റ്റേറ്റിൻ്റെ നേരെ താഴ്ഭാഗത്താണ്. അവിടുത്തെ ഒരു പ്രത്യേക വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ കാണുന്ന എൻ്റെ പുറകിൽ കാണുന്ന എസ്റ്റേറ്റാണ് ശരിക്കും കുമാരഗിരി എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഗുഹകളുണ്ടായിരുന്നു, ആദിവാസി കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗുഹകൾ. ആ ഗുഹകളിൽ നിന്നും അവരെ 14-15 കാലഘട്ടത്തിൽ ഈ മലയുടെ അടിവാരത്തിലേക്ക് താഴേക്ക് അവർ താമസം മാറ്റി. കോളനി ഒക്കെ വെച്ച് വീടുകൾ, കോളനി പോലെ ഒരു 6 വീടുകൾ വെച്ചിട്ട് സർക്കാർ പദ്ധതി പ്രകാരം ഇവിടേക്ക് താമസം മാറ്റി. പക്ഷേ 10 കൊല്ലത്തിന് ശേഷം ഇന്നത്തെ അവരുടെ അവസ്ഥ കണ്ടാൽ വളരെ ദുരിതമാർന്ന ഒരു ജീവിതമാണ്. അവർ എന്നെ വിളിച്ച് ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നോട് നിരന്തരം ശല്യപ്പെടുത്തിയതിൻ്റെ പേരിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുക എന്ന് ഏറ്റതും ഇവിടെ എത്തിയതും. ഇത് എൻ്റെ നാടും കൂടിയാണ്, എൻ്റെ വീടിൻ്റെ തൊട്ട് ഭാഗമാണ്. കഴിഞ്ഞ ഒരു 3 വർഷം മുന്നേ ഈ മല ഈ കോളനിക്ക് തൊട്ട് പുറകിൽ ഭാഗമായിട്ടില്ല, ഒരു ജസ്റ്റ് ഒരു 100 മീറ്റർ അകലെ വലിയ ഒരു ഉരുൾപൊട്ടൽ പോലും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും പ്രയാസപ്പെട്ടും പേടിച്ചുകൊണ്ടിരിക്കുന്ന മഴക്കാലമാണ്. മഴക്കാലക്കെടുതിയിൽ ഇവരും അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നു. അവരുടെ ആ ദുരിതമുഖത്തേക്ക് നിങ്ങളെയും കൂട്ടി ഞാൻ അങ്ങോട്ട് യാത്ര തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കള്ളിക്കൽ കോളനി, കൂട്ടിൽ പ്രദേശത്തുള്ള കുമാരഗിരി എസ്റ്റേറ്റിന് താഴെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കള്ളിക്കൽ കോളനി. ഈ കോളനിയിൽ ഏകദേശം 6 വീടുകളാണ് ഉള്ളത്. അതിൽ എല്ലാ വീട്ടിലും ആളില്ല, കുറച്ച് പേര് പണിക്ക് പോയിട്ടുണ്ട്, ബാക്കി കുറച്ച് പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചേരിമലയുടെ താഴെ താമസിക്കുന്ന കള്ളിക്കൽ കോളനിയിലെ ആദിവാസി കുടുംബ മെമ്പർമാരാണ് ഇവിടെ. ഇവിടെ ഏകദേശം 10-25 പേര് താമസിക്കുന്നുണ്ട്. ആ 25 പേരിൽ കുറച്ച് പേര് ജോലിക്ക് പോയിട്ടുണ്ട്, കുറച്ച് പേര് മഴ ആയതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂപ്പനാണ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയിച്ചത്. മൂപ്പൻ എന്ന് പറഞ്ഞ സോമേട്ടനാണ്. സോമേട്ടൻ ഇതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ സോമേട്ടാ, എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? 2015 ഈ കോളനി ഇവിടെ വിൽക്കുന്നതും ഞങ്ങൾ കള്ളിക്കൽ നിന്ന് ഇങ്ങോട്ട് ഇത് വന്നത്. പിന്നീട് അത് ഇപ്പോൾ ഉണ്ടാക്കി കിട്ടിയ കെട്ടിടമെന്ന് പറഞ്ഞാൽ വളരെ ചോർച്ച് കാര്യങ്ങളാണ്. അങ്ങനെ പിന്നെ അന്നത്തെ മെമ്പറും കാര്യങ്ങളൊക്കെ അവരൊക്കെ എന്തൊക്കെ അടിപൊളി പഠിച്ചിട്ടാവാം. ഇപ്പം കെട്ടിടം ചോർന്നിട്ടും പാടില്ല, ഫ്രണ്ട് ഡോറില്ല, ബാക്കിലെ ഡോറില്ല, അടുക്കളയില്ല, എല്ലാം വളരെ സ്ഥിതിയിലാണ്. ഞങ്ങളുടെ ആദിവാസി എല്ലാ ഹെഡ് ഓഫീസിൽ നിന്ന് വരെ ഞങ്ങളോട് ഇപ്പോൾ ഒരു സഹകരണങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സ്ഥിതിയിലാണ്. ഞങ്ങൾ വളരെ വിഷമത്തിലാണ്. ഞങ്ങളിപ്പോൾ ഈ കെട്ടിടം പൊളിഞ്ഞാണ്, ഞങ്ങൾ ചത്തുപോയി, ഞങ്ങൾ അവസാനിപ്പിക്കാനാണോ അവരുടെ ശ്രമമെന്ന് ഞങ്ങൾക്ക് വളരെ ഒരു ഇതാണ് ഞങ്ങളുടെ ഉള്ളിൽ. ഞങ്ങളെ സംരക്ഷിക്കാൻ ഗവൺമെൻറ്റോ ഈ പഞ്ചായത്തോ ഈ ബ്ലോക്കോ ഇവരെല്ലാവരും ഞങ്ങളോട് കൂടി ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥനയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇത്. ഞങ്ങൾ 6 കുടുംബങ്ങളും വളരെ ദുഃഖിതരായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഒരു ഇതിലൊക്കെ ഞങ്ങൾക്ക് കണവണൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടു തന്നതൊക്കെ ഇപ്പോൾ വളരെ ഒന്നും കിട്ടുന്നില്ല. ബന്ധപ്പെട്ട ആൾക്കാരോട് അവര് ഞങ്ങളിപ്പോൾ സഹകരിക്കില്ലാത്ത സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഒന്നുമല്ലാത്ത രീതിയിൽ പണ്ടൊക്കെ എല്ലാ സെറ്റപ്പുകളും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒന്നുമില്ലാത്തൊരു പരിധിയിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ അത്രയ്ക്കും വിഷമത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കുട്ടികളായി പാരാപ്തമായി ഒരു സ്ഥലം കൊണ്ട് കിട്ടിയതോ 5 സെൻറ്റെന്ന് പറഞ്ഞ് 2.80 2.20 ഒക്കെ ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അടുക്കളയില്ല, ആധാരം നോക്കിയില്ല, ആധാരം എഴുതാനും വായിക്കാനും അറിയാത്തതിന്റെ പേരില് 5 സെന്റ് എന്ന് പറഞ്ഞ് ഇപ്പൊ 2.80 2.80 നോക്കലില്ല നിൽക്കണേ. ഞങ്ങൾ ഈ മലയിൽ ഒരു സീരും വിടൂല. ഞങ്ങൾക്ക് 2 ഏക്കർ സ്ഥലം കിട്ടാതെ അല്ലെങ്കിൽ ഞങ്ങൾ മക്കളൊക്കെ കയറി അവിടെ കെട്ടിടങ്ങൾ വയ്ക്കും. അതിന് എന്ത് പരിസ്ഥിതി വന്നാലും ഞങ്ങളെ കൊന്നാലും ഞങ്ങളെ അവസാനിച്ചല്ലോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഞങ്ങൾക്ക് വളരെ വിഷമത്തിലാണ്. ഞങ്ങളെ സഹായിക്കാൻ നാട്ടുകാരും എല്ലാവരും ഒന്ന് കൂടണമെന്ന് വളരെ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ഇതിലിപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ചേച്ചി നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിലേറെ നല്ലത് ആ മടയിൽ കടക്കുകയെന്നുണ്ട്. മടയിൽ കിടന്നു ഞാൻ എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാ സാധ്യതകളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അതല്ലല്ലോ അന്നത്തെ ഇതിനൊക്കെ പഞ്ചായത്തും അന്നിരുന്ന മെമ്പറിനെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അന്നിരുന്ന മെമ്പറും അവരും ഒക്കെ ലാഭത്തിന് അവർക്ക് കാശ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. തല്ലി കെട്ടിടങ്ങൾ ചോരില്ലല്ലോ. കെട്ടിടം ഒന്ന് ചോർച്ചയും ആ കെട്ടിടം വന്നൊന്ന് കാണാൻ അകത്ത് വെള്ളം ചാടിയിട്ടും ഫ്രണ്ട് ഡോറില്ല, ബാക്ക് ഡോറില്ല, അടുക്കളയില്ല,
എല്ലാ സെറ്റപ്പും ഇല്ലാതെ വാലൊക്കെ മരത്തിന്റെ വെച്ചത് പണ്ടത്തെ ആരും നോട്ടപ്പുള്ളികളും അവർ സിമെന്റ് മാരാൻ വെച്ചിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഒരു സംരക്ഷണം ഗവൺമെന്റ് നമുക്ക് ചെയ്യണം. അടുക്കളയില്ല, ഗവൺമെന്റ് തന്നെ ഇവിടെ അടുക്കളയില്ല. ഈ വീടെല്ലാം ചോർന്ന് കിടക്കാനാണ് വന്നത്. ആ നല്ല ചോർച്ചുണ്ടല്ലേ. മഴ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒറ്റണില്ല. മരത്ത് ഒറ്റിച്ചാടുണ്ടോ വെള്ളം? ഒരു ചാടുണ്ട്. സിമെന്റ് കട്ടൽ വെക്കണോടത്ത് മരക്കട്ടൽ വെച്ചു. അങ്ങനെ സിമെന്റ് കട്ടൽ വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. വാതിൽ പൊളിഞ്ഞാടില്ല, വാതിലടക്കാൻ പറ്റില്ല. മൊത്തം ചോർച്ചാണ്. ഒന്നും ആ കട്ടിലൊക്കെ പൊളിഞ്ഞു പോയി. ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ. അടുക്കള ഇതിലില്ലല്ലേ? ഇല്ലേ, അടുക്കളയില്ല. അതാ പുറത്ത് ഞങ്ങൾ ഷെഡ് വെച്ചിട്ടിരിക്കുകയാണല്ലേ. അപ്പോൾ മഴക്കാലം വന്നാൽ അതും പ്രശ്നമാണ്. ഇതിലാണ് വെള്ളം ഇങ്ങനെ ഇതിലേക്ക് ചാടും മുകളിൽ നിന്ന് ഇതേപോലത്തേക്ക് പാത്രത്തിൽ പിടിച്ച് ഒഴിവാക്കുകയാണ്. അത് ശരി. ഞങ്ങൾക്ക് കിടന്നുറങ്ങണ്ടേ? കിടന്നുറങ്ങണം. അല്ലെങ്കിൽ ഈ റൂമില് ഞങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഒരു 3 കൊല്ലോടെ നമ്മൾ പ്രതീക്ഷിക്കണോ? 3 കൊല്ലം കഴിഞ്ഞാൽ അല്ല ഇത് ഇങ്ങനെ ചോർന്ന് വെച്ച് നിങ്ങൾ എത്ര ദിവസം കിടക്കൂടെ? അതേപോലെ 3 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ചാച്ചട്ട് നമ്മൾ താമസിച്ച ഭാഗത്ത് നല്ലൊരു ചാച്ചട്ട ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു കെട്ടിടം കെട്ടി നമ്മള് വലിയ മഴയൊന്നും വേണ്ട, അതിലൊക്കെ കിടക്കുക. അത് ഇത് താഴ്ന്ന പറഞ്ഞ മാതിരി നമുക്ക് ജീവന് ഭീഷണി ഇല്ല. പോയാവുമ്പോ മേച്ചന് പോയാലും ആള് ബാക്കി ഉണ്ടാവും. അതല്ല ഇതിന് മുകളിലുള്ള നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം. 3 കൊല്ലം കഴിഞ്ഞിട്ട് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളിത് കള്ളിക്കലേക്ക് തന്നെ പോകും. ഇതിന് നമ്മൾ ബന്ധപ്പെട്ടവർ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ വീഡിയോ എത്തിക്കും. അപ്പൊ അതിനൊരു മറുപടി ഉണ്ടാവും കേട്ടോ. വാതിലൊക്കെ പൊളിഞ്ഞാടി പോയിക്ക. സിമെന്റ് കട്ടല് വെക്കണ്ടേന്നേ. ആ അന്ന് കട്ടിൽ എന്താ വെച്ചീനെ? മരക്കട്ടില വെച്ചീനെ. അത് ശരി. ആ അവിടെ മൂലൊക്കെ ചാരി വെച്ചിട്ടാണല്ലേ ചെതലുടിച്ചിട്ട്. ചതലിന്റെ പുറ്റിപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ ഒക്കെ പുതലുണ്ടല്ലേ? പുതലുണ്ട്. മഴയത്തോടെ നിൽക്കാൻ പേടിയാ? അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്തു. ഇവിടെ സമാധാനല്ലേ? ഞങ്ങളെ വാതില് സിമെന്റ് കട്ടിലാണെങ്കിൽ വാതിൽ പൊളിഞ്ഞാടൂല. അവരെന്തോ ഏതോ മരം കൊണ്ട് വെച്ചിട്ട് ആ വാതിലൊക്കെ ചെതല് പിടിച്ച് മണ്ണായി പുറ്റ് പിടിച്ചിട്ട് പോയിട്ടാണ്. ഞങ്ങൾ തലയിൽ എന്തോ ഒരു ഭാഗ്യം ഞങ്ങൾ തലയിൽ കൂടി പൊളിഞ്ഞാടില്ല. ഇല്ലേ ഞങ്ങൾ പണി കഴിഞ്ഞു. അങ്ങനത്തെ വാതിൽ കട്ടില വെച്ച എന്തിനാ? കട്ടിലയിൽ സിമെന്റ് കട്ടില വെക്കണോടത്ത് ഒരു മരത്തിലെ കട്ടില പൂത പിടിച്ച മരമൊക്കെ വെച്ചിട്ടാണ് പോയത്. അവർക്ക് ലാഭം എന്നത്തെ മരം പൈസയാണ് ലാഭം. പോക്കറ്റിൽ ഇടണം, അവർക്ക് മുണങ്ങണം. അല്ലാതെ ഞങ്ങളെ ജീവൻ അല്ല അവർക്ക് വലുത്. സിമെന്റ് കട്ടിലാണ് ഇന്നും പോകൂല. മരം വെച്ചാണ് മരമൊക്കെ ദ്രവിച്ചു പോയി. വന്ന് നോക്കാം. ആ കെട്ടം വേണി എടുത്ത് നിങ്ങൾ നോക്കിക്കോളി. അല്ല കെട്ടിടം ഞാൻ നോക്കുന്നുണ്ട്. ആകെ ചോർച്ചയിലാണ് നിൽക്കണേ. കണ്ടു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 2-3 കൊല്ലം അത് ഞങ്ങളുടെ ഈ യോഗം ഇവിടെ ചിലപ്പം മണ്ണിന്റെ അടിയിൽ പോയി എല്ലാം അവസാനിക്കാനുള്ള സ്ഥിതിയിലേക്കാണ് വന്നത്. എന്റെ അമ്മയാണ് സത്യം. ഇത് ശരിയാണ്. 2 കൊല്ലം കഴിയുമ്പോ പൊളിഞ്ഞാടിക്കോളും. ഒക്കെ പാടെ പണി കഴിഞ്ഞു ഉറപ്പാണ്. ഞങ്ങൾക്ക് എന്നൊരു സാഹചര്യത്തിൽ ഞങ്ങൾ ജീവനുള്ള ഒരു ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ അന്നേ കള്ളിക്കോളിലേക്ക് പോകും. ഞങ്ങൾക്ക് വേണ്ട രീതി വേണ്ട രീതിക്ക് ഞങ്ങൾ കെട്ടിടങ്ങൾ കെട്ടി ഞങ്ങൾ ഒരു ചെറിയ കെട്ടിടമാണെങ്കിൽ കെട്ടി ഞങ്ങൾ താമസിക്കും. ഗവൺമെന്റിന്റെ മുടക്കില്ലാത്ത രീതിയിൽ ഞങ്ങൾ നിൽക്കുകയും ചെയ്യും. മെമ്പറും ഇതും ആണ് 7ാം വാർഡിലെ മെമ്പറാണ് ഇതിനകപ്പെട്ടത്. മൈമൂലി കാക്കു. ആ കാക്കുവിൻ്റെ കേസിൽ എനിക്ക് പറഞ്ഞാൽ വളരെ ഇതുണ്ട്. ആ കാക്ക അടിപൊളി വലിച്ചിട്ടാണ് ഈ കെട്ടിടം ഇന്ന് വരെ എല്ലാ തേപ്പിന്റെ വരെ മൂലകളൊക്കെ അടന്നും കിടന്നും ഒക്കെ പോയേക്കൊള്ളൂ. പണിയെടുത്തത്. പക്ഷെ മൈമാലിയാക്കോ പറഞ്ഞ മൈമാലിയാക്കുവിന്റെ പെണ്ണുമ്പോഴാണ് അന്ന് നിന്നത്. അപ്പൊ ഞമ്മക്ക് ഈ കേസിൽ എന്തൊക്കെ പറഞ്ഞാലും മെല്ലെ ഞങ്ങളെ ഊറ്റിക്കുടിച്ച് ഞങ്ങൾ പാവങ്ങളെ ഊറ്റിക്കുടിച്ചിട്ടുണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇന്ന് രോഗം വന്ന് അന്ന് അയ്യും കാലം തളഞ്ഞിട്ട് അവിടെ കിടക്കണു. അത് കിടക്കാനുള്ള വഴി ഞങ്ങളെ പാവങ്ങളെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് പറ്റിയ ഗതികേടുകളാണ്. ഇത് എങ്ങനെ ഒരു വ്യക്തിനായിട്ടോ നിങ്ങൾ പറയണത്? വ്യക്തിയല്ല, എന്നെ തലയെടുത്ത് പോയാലും ഞാൻ പറഞ്ഞു ശരിയാണ്. ഞാൻ പഴയ യുഗം എന്ന് പറഞ്ഞാൽ ഏതവൻ രക്ഷിക്കാനുള്ള ഇതുണ്ട്. അന്ന് പാവങ്ങളെല്ലാം പകവം ചെയ്യുന്നവനെ
അന്ന് പുതുതായിട്ട് കൊടുക്കും. ഇപ്പോഴതല്ല, അപ്പം ചോദ്യമാണ്. അതാണ് ഈ കാണുന്നത്. ഇപ്പോഴാ മോട്ടോർ സൈക്കിളിൽ പോകണം, ഇപ്പം പോകണില്ലല്ലോ. പോവാത്ത എന്താ? അതിൽ ചെന്നതിൻ്റെ പാവത്തിൻ്റെ ഇതാണ്. ഈ പാവങ്ങളുടെ ഊറ്റി കുടിക്കേണ്ട കേസെല്ലാം ഉണ്ടോ? അത്തങ്ങൾക്ക് കിടക്കാനുള്ള കിടപ്പാടും വേണ്ടതിൽ ചെയ്യേണ്ടതല്ലേ അത്തങ്ങളുടെ ഉത്തമം. ഒരു അധികാരം ഒരിക്കലും അധികാരത്തിൻ്റെ പേരിൽ ചെയ്യണം, അല്ലാണ്ട് അത് മൂറ്റി കുടിക്കല്ല വേണ്ടത്. ഈ പാവങ്ങളുടെ പേരിൽ ഇത് നേരിട്ടൊരു കോൺട്രാക്ടർക്ക് കൊടുത്തിരിക്കുമല്ലോ. കോൺട്രാക്ടറെ നിങ്ങൾ വിളിച്ച് ഇന്ന് ചോദിച്ചോ? ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് ഇനി പണി കിട്ടുള്ളൂ എന്ന് തേറ്റതാണ്. അവർ കടപ്പം കൊടുത്തു, സിമെന്റിൽ കടപ്പം കുറച്ച് അതുപോലെ ചെയ്തിട്ട് നിങ്ങൾ നോക്ക്, 4 മൂലയും തൊട്ടുകളൊക്കെ നടന്നു പോയേക്കുന്നു. വലിവാണത്. അയക്ക് ഇടുത്ത ലോണിൽ അത് ഏർപ്പാട് അവർ ചെയ്തു. ഇതിപ്പോ എന്തെങ്കിലും പറഞ്ഞേ കോൺട്രാക്ടർ മെമ്പർ ഒത്തു കളിച്ചു ഒത്തിട്ടില്ല. കോൺട്രാക്ടർക്ക് പിന്നെ ഒരു പണി കിട്ടുമെന്ന് വെച്ചിട്ട് കോൺട്രാക്ടർ ചെയ്താണ്. പക്ഷെ കോൺട്രാക്ടർ പിന്നെ പണി കൊടുത്തിട്ടേ ഇല്ല. പിന്നെയുള്ള പണിയൊക്കെ വേറെ ആൾക്കാർക്ക് കൊടുത്തു. ഇവർ ആ ലാഭം കണ്ടു, അയാൾക്ക് പിന്നെ പണിയേ കൊടുത്തിട്ടില്ല. വാസുവേട്ടൻ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞാണ് എനിക്ക് പിന്നെ പണി കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തതാണ്. എനിക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് സിമെന്റ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തത്. 5 വർഷം 10 വർഷത്തിനുള്ളിൽ ഇത്രയും ചോർച്ച വന്നെങ്കിൽ അത് എന്തോ ഉള്ള പണിയാന്ന് നോക്ക്. 10 വർഷമായിട്ടുള്ളൂ. ഇപ്പൊ എത്രയായി ചോർച്ച തുടങ്ങിയിട്ട്? 10 വർഷം 8 വർഷത്തിനുള്ളിൽ ചോർച്ച തുടങ്ങി. 2 കൊല്ലമായി ചോർച്ച തുടങ്ങിയിട്ട്. അപ്പൊ നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തില്ല? അകത്ത് ബക്കറ്റൊക്കെ ബക്കറ്റ് വെക്കാണ്. നമ്മള് അടുക്കള നമ്മൾ ചോറിന പാത്രങ്ങൾ വരെ വെക്കാണ്. അല്ല, ഇത് ബന്ധപ്പെട്ട അധികാരികൾക്ക് ആർക്കും നിങ്ങൾ പരാതി കൊടുത്തില്ല? അധികാരികളൊന്നും ഇപ്പൊ രംഗത്തേക്കേ ഇല്ല. ഇപ്പോൾ അധികാരികളൊന്നും രംഗത്തേക്കില്ല. അവരൊക്കെ പിന്നട്ടക്കാരം വരാറില്ല. ഞങ്ങളുടെ ആദിവാസിയുടെ മെയിൻ ഹെഡ് ഓഫീസ് വരെ ഞങ്ങളോട് നോക്കളേ ഇല്ല. അവരോട് പരാതി പറഞ്ഞോ? സംക്രാന്തി ഓരോ ദിവസങ്ങളിൽ പലതും കിട്ടണമാണ്. ഇപ്പോൾ വളരെ പരിമിതമാണ്, കിട്ടണമില്ല. അവർ വരെ അകത്തേക്കുമാണ്. ഇവരൊക്കെ തിന്നുണ്ടോ? ആര് തിന്നു? ഇത് ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഞങ്ങളെന്തൊട്ട് ചോദ്യം ചെയ്യാനാ? നേൽമൂരിൽ ഞങ്ങൾ സാധനം കിട്ടിയിരുന്നു, അത് ഇതുവരെ കിട്ടിയില്ല. കിട്ടാൻ ഞങ്ങൾ അരി രസം പൊടി കിട്ടും. ഞങ്ങൾക്ക് പഞ്ചാരി ചായപ്പൊടി ഒക്കെ കിട്ടിയിരുന്നു. അതോടെ എല്ലാം ഇല്ലാതാക്കിയത്. നേൽമൂരിൽ നിന്ന് കിട്ടുന്നത് ഇല്ലാതാക്കി. ആരാ ഇല്ലാതാക്കുക? ഗവൺമെന്റ് അല്ലാതെ ആരാ ഇല്ലാതാക്കണത്? ആദിവാസികൾക്ക് സാധനം കിട്ടുന്നത് ഗവൺമെന്റ് അല്ലാതെ ആരാ ഇല്ലാതാക്കുക? അവരാണ് ഇതൊക്കെ കത്ത് തിന്നത്. ഞങ്ങളെ പള്ളയൊക്കെ വരുന്നത് അവരും തിന്നുണ്ട്, അല്ലാതെ ആരുമല്ല. മഴ കാരണം കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. പെൻഷൻ മാത്രം 1600 റുപ്യ കിട്ടും. 4 മണിക്ക് 3 മണിക്കുള്ളിൽ ഞാൻ അവിടുന്ന് പോകും. ഇതിൽ ബാക്കി വരാൻ കെട്ടിടം പൊളിഞ്ഞു പോയാൽ ബാക്കി വരാനുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എവിടെ പോയി കിടക്കാണ്? അപ്പം ഇവരിൽ ബാക്കി ഇനി അവർക്ക് വേണ്ടിയിട്ട് സംരക്ഷണം ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ മലയിൽ എവിടെ വേണമെങ്കിലും കെട്ടിടം കെട്ടി ഇവർക്ക് സംരക്ഷണം ഞാൻ കൊടുക്കും. അത് എൻ്റെ ഒരു വാക്കാണ്, ഞാൻ ചെയ്യുകയും ചെയ്യും. ഈ ഞങ്ങൾ പണിയെടുത്ത് തിന്നുന്ന പണി ഞങ്ങൾ തന്നെ കാണാണ്ട് നാട്ടുകാരെ വിളിച്ച് പണിയെടുപ്പിക്കാം. ഞങ്ങൾ പണിയെടുക്കും, ഞങ്ങൾ ഒരു പണി തന്നില്ല. ഞങ്ങൾ പട്ടിണി ഒഴിവാക്കടാ. ഞങ്ങൾക്ക് മല കയറി എങ്ങനെ തേങ്ങ എടുക്കാൻ പോയി. ആരെങ്കിലും തേങ്ങ കൊണ്ട് ഒക്കെ ഞങ്ങളെ ആളന്മാരെ കുണ്ടിലാണ് ഇവർ കച്ചണത്. ഈ മുതലാളിമാരൊക്കെ ചീത്തറിയ ഞാൻ കാര്യം പറഞ്ഞ സത്യമാണ്. ആളന്മാരെ കുണ്ടിലാ കച്ചണ ഇവർ തേങ്ങ കൊണ്ട്. ആരെ കൊണ്ടുപോകണം? എല്ലാരും കൊണ്ട് ഇവർ നോക്കണം. മുതലാളിമാരെ അല്ല, ഞങ്ങളല്ല നോക്കണ്ടത്, ആളന്മാരെ നോക്കണ്ടത്. പൊളിഞ്ഞു ചാടിയല്ല. ഇത് ചോർന്ന് കഴിഞ്ഞാല് ഞങ്ങൾ കാലിനോട് ഓരോ പേരെ വെച്ചാണ് കിട്ടും. ആരും തന്നിട്ട് കാര്യം ഉണ്ടാവില്ല. ഞങ്ങളെ മാലയാണ്, ഞങ്ങളെ ആ ഭാഗത്താണ്. ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഞങ്ങളെ മാലയാണ് തന്നെയാണ്. അല്ല, അതിനൊരു വ്യത്യാസം ഇല്ല. ഈ മുതലാളി ജീവിതം മാലയാണ്, അല്ലാതെ എവിടെ ഞങ്ങൾ പോകാൻ തലയില്ല. നിങ്ങൾ കണ്ടുപോ തല എവിടെ പോയിട്ടാണ്. പിന്നുള്ള 500 രൂപ ഞങ്ങളുടെ മക്കളായ മക്കളൊക്കെ ഉണ്ട്. കെട്ടിടം കെട്ടി ഞങ്ങൾ കിടക്കും. അതിന് ഞങ്ങള് അതിൽ വെടി വെച്ച് കൊല്ലേണ്ടി വരും. പേരെ വെച്ച് കെട്ടാവുന്ന ചെറിയ ഊസനം ഊസനം വെച്ച് കിടക്കുക, അവിടെ കിടക്കുക. പിന്നീട് ഗവൺമെന്റ് ഒക്കെ വരും.
പേരെല്ലാരും നല്ല വ്യത്യാസമാണ് ഈ കല്ലിന്റെ ഉള്ളിൽ കിടക്കണത് അല്ലേ അല്ലേ ചോരൂലല്ലേ? ആ അറിവാണ്. ചൂടുണ്ടാവും മാത്രമല്ല ചോരുമില്ല. തുടക്കും വേണ്ട ഒന്നും വേണ്ട. മാത്രമല്ല ഈ പേരൊക്കെ ചോർന്ന് മാത്രമല്ല പൊളിഞ്ഞാടി ഉള്ളില് എല്ലാരും ചത്തു കിടക്കും. ഇവിടെ 10-25 ആളല്ലേ? ഉണ്ട്. അപ്പൊ എല്ലാരും ചാവുന്ന പേര് ഇത് തന്നെയാണ് കഥേന്ന്. ഇതൊക്കെ കോൺക്രീറ്റ് എടുത്തോലെ പറയണം ആദ്യം. അവര് മണലും സിമെന്റ് അവരെ കുടിക്കാൻ കൊണ്ടേ അതന്നെ ഇവിടെ കൊടുക്കുന്ന സാധനമാണ് ഇവർ കൊണ്ടേത് വണ്ടി കയറ്റി കൊണ്ടേ. അന്ന് ഇവിടെ ആരും പറയുന്ന ആളുണ്ടായില്ല അന്നൊക്കെ. ചോദിച്ചാലും പറയാൻ ആളുണ്ടായില്ല. ആ മണലും സിമെന്റ് ഈ പെരക്ക് വന്നാണ് 6 പേർക്ക്. ആ മുയിമ കയറ്റാണ്ട് പോയല്ലോ വണ്ടിക്ക്. ഇവിടെ ഉള്ള ആരെങ്കിലും ഒന്നും മിണ്ടിക്കണോ കൊണ്ടോണ്ടെന്നുള്ളേ? നമ്മക്ക് വന്ന സാധനം എന്താ ഓര് കയറ്റി പോയത്? എന്തിനാ വേണ്ടിയാണത് കൊണ്ടുപോയത്? സിമെന്റ് ഇല്ലതില് വെറും പാറപ്പൊടി മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഓരോ കോൺക്രീറ്റുകാർ കാട്ടിയാണ് നമുക്ക് പേരെ പൊളിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓനെ പോക്കറ്റിൽ കാട്ടു പൈസ. അത് തന്നെ കഥ. ആ ഞങ്ങക്ക് ഇത് തകയില പറഞ്ഞിട്ട് വാസോട്ടന പിന്നെ ഞങ്ങൾ ചികിത്സ സഹായത്തിന് പൈസ എഴുതി കൊടുത്തു. അതും അയാൾ പോക്കറ്റ് ഇട്ടു. ഇതന്നെ ഇതാണ് കഥ. ഇപ്പൊ ഇവിടുത്തെ 6 വീടുണ്ടല്ലോ, ഈ 6 വീടിന്റെ ഏകദേശം അവസ്ഥ തന്നെ എല്ലാ പേരും മാത്രമേ അല്ല ഞാൻ നടന്ന് നോക്കി വന്നു, എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. വ്യത്യാസങ്ങളില്ല, എല്ലാ പേരും ഒരുപോലെ ചോർച്ച. എല്ലാം ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും മരത്തിന്റെ എല്ലാം പോയി. പക്ഷെ ചോദിക്കാനും പറയാനും ഇന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഹെഡ് ഓഫീസ് എന്നുവെച്ചാൽ നിലമ്പൂര് അവരാരും ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഓണത്തിന് വിഷുവിന് ഒരു അരിയും സാധനമുണ്ട്, ഇപ്പൊ അതുമില്ല, ഒന്നുമില്ല. അതെല്ലാം വസ്ത്രമൊന്നുമില്ല. എല്ലാവരും ഇപ്പൊ എല്ലാവരും നമ്മൾ ഉപയോഗിച്ച മട്ടിലാണ്. അല്ലാതെ നമുക്ക് എല്ലാം കിട്ടും. ആദിവാസികൾക്കാരേണോ അതാണ് സത്യം. സൗക്കത്ത് വച്ചു കുറച്ച് കളഞ്ഞു. അത് കളഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ മലപ്പുറത്ത് IG-ക്ക് മുതല് പെരുന്തമണ്ണ SP-ക്ക് മുതല് എല്ലാ കേസുകളും കൊടുത്തു. ആ കേസിന് തുമ്പേ ഉണ്ടായില്ല. കാരണം ഇവർ അത്രയ്ക്ക് മുകളിൽ പിടിപാടുള്ളതാണ്. കുമാരഗിരി കുമാരഗിരി എസ്റ്റേറ്റിന്റെ മുതലാളിക്ക് അത്രയ്ക്കും പിടിപാടുണ്ട്. അത് നിയമവിരുദ്ധമായിട്ട് അവരെ ഒതുക്കി കളഞ്ഞിട്ടാണ് അവർ പലരും വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പിന്നെ അത് ഒതുക്കി തീർക്കുകയത്. ഞാനെന്തേ നമ്മളെ സുഹൃത്തും ഞങ്ങളൊക്കെ ഒന്നിച്ച് പോയിട്ടാണ് അന്ന് ഇത് മെമ്മോറാണ്ടം കൊടുക്കുന്നത്. ആ മെമ്മോറാണ്ടം കൊടുത്തിട്ട് ഇന്ന് വരെ അതിൻ്റെ പേരിൽ ഒരു ഇതും ഉണ്ടായിട്ടില്ല. മലപ്പുറത്ത് നിന്ന് IG-ക്ക് കൊടുത്തു. IG-ക്ക് കൊടുത്തപ്പോൾ IG അവിടെ ഇല്ല. IG-യുടെ ബാക്കിയുള്ളവർക്ക് കൊടുത്തു. ഇതെല്ലാം ഒരു രേഖയ്ക്കും ഒരു വെളിവുമില്ല. അത്രയ്ക്കും പിടിപാടാണ് കുമാരഗിരി എസ്റ്റേറ്റിൻ്റെ മുതലാളിക്ക്. പക്ഷേ ഞങ്ങൾ വിടൂല. മുതലാളിക്ക് എത്ര വലിയ വെയിറ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ വിടൂല. കാരണം ഈ കുമാരഗിരി മുതലാളി മേടിക്കുന്നതിന് മുമ്പുള്ള ഇപ്പോഴും ഞങ്ങളുടെ ആൾക്കാർ മലയിൽ ഇഷ്ടം പോലെ വളർന്നിട്ടുണ്ട്. അവരൊക്കെ ചത്തു കെട്ടുപോയി. അവരുടേതായ രേഖകളാണ് ഈ കിടക്കുന്നതൊക്കെ. ഇതേമാതിരി നേരത്തെ നിങ്ങളൊരു കാര്യം പറഞ്ഞു, ആ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റ്, ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ കറണ്ട് ബില്ല് അടക്കണം നിങ്ങൾ ആരാ പറഞ്ഞത്? സർക്കാർ പരമായിട്ട് കിട്ടിയ ഈ ആദിവാസി കോളനിക്ക് കിട്ടിയ ഒരു ലൈറ്റാണ്. എനിക്ക് തോന്നുന്നത് MLA ഫണ്ടോ മറ്റേതോ ഉപയോഗിച്ചിട്ട് വന്ന ഒരു ലൈറ്റാണ് തോന്നുന്നത്. കറക്റ്റ് ഇതിന്റെ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇതാണ് ആ ഒരു ലൈറ്റ് പറഞ്ഞിട്ടുണ്ടായ സ്ഥലത്താണ് ഈ ലൈറ്റ് അന്നേ പറഞ്ഞു ഇവിടെ വെക്കാൻ. അപ്പൊ വേറൊരു സ്ഥലമാന്ന് പറഞ്ഞു. ഈ സ്ഥലത്തിന് വേറെ ഞങ്ങളിവിടെ ഒരു മരിപ്പ് നടന്ന ഞങ്ങൾ ഇവിടുന്ന് കറണ്ട് എടുത്തിട്ട് വേണം അവർ മരിപ്പിന് നടത്താൻ. അവർക്ക് ഇവിടെ ഒരു സാധനം ഉണ്ടായ എന്താ കുഴപ്പം? എല്ലാവർക്കും വെട്ടം കിട്ടുമായിരുന്നു. അന്നത് അവർ പറഞ്ഞിട്ട് അവിടെ കൊണ്ട് സ്ഥാപിച്ചു. അതിന് കറണ്ട് ബില്ല് അടക്കുന്നത് ഞാൻ പറഞ്ഞത് അടച്ചോണ്ട് പോയിക്കോളൂ, ഞങ്ങൾക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞു. കറണ്ട് ബില്ല് അടക്കുന്നത് KSB-യുടെ ആൾക്കാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ അടക്കൊന്നുമില്ല, ആ ഒലക്ക അവിടുന്ന് പലിച്ചോർച്ചോണ്ട് പോയിക്കോളി അവിടുന്ന്. അപ്പൊ അത് വേണ്ടാന്ന് വെച്ചു. വെള്ളത്തിന്റെ കേസ് ഞങ്ങൾ 3 കൊല്ലമായിട്ട് വെള്ളം അടിക്കുന്നതിന് പൈസ ഞങ്ങൾ ഈ എല്ലാ കുടുംബക്കാരും കൂടി കൊടുത്തോണ്ടിരുന്നു. അങ്ങനെ വന്നപ്പോ ഞാൻ നോക്കുമ്പോ ഇവിടെ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് മെമ്പർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഒരുമിച്ച് കിട്ടി. ഞാൻ പറഞ്ഞു അപ്പോഴേ
അല്ല സഹാവേ, ഇത് എന്ത് കേസാ ഇവിടുത്തെ? ഞങ്ങളൊക്കെ ഇവിടെ ഇത് കഴിയുന്നുണ്ട്, ചർമ്മന്മാരുണ്ട്, പറയന്മാരുണ്ട്. ഇവർക്കൊന്നുമില്ലാത്തൊരു കേസ് ഞങ്ങളുണ്ട്. ഞങ്ങൾ ജാതി താണു പോയിട്ടാണോ ഞങ്ങൾക്ക് ഈ വെള്ളം അടിക്കേണ്ട ബില്ല് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് വൽപ്പനെന്ന് പറഞ്ഞു. മിണ്ടല്ലേ നിൽക്കുന്നു പറഞ്ഞു ബ്ലോക്ക് മെമ്പർ പറഞ്ഞിട്ട് അങ്ങനെ ഒതുക്കി 2 മാസം അടച്ചിട്ട് ആ സാധനം പഞ്ചായത്തിലേക്ക് ബില്ല് കൊണ്ടേ കൊടുത്ത് അത് ഒഴിവായി. ഇപ്പം ആ 2 സാധനം ഒഴിവായെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട നിവേദനമാണ്. നിങ്ങളൊക്കെ താഴെ പഞ്ചായത്ത് ഇതൊക്കെ ചർമ്മന്മാർക്കും പറയന്മാർക്കും അവിടെ വെള്ളം അടിക്കേണ്ട ഒരു ബില്ലിനും ഒരു ഇതില്ല. എന്നിട്ട് ഞങ്ങളോട് 3 കൊല്ലവർ മേടിച്ചു. അതിന് ഞങ്ങൾ പിന്നെ പറഞ്ഞു അതില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വെള്ളത്തിന് ബില്ലില്ല, വെള്ളത്തിന് ഇത്ര ബില്ലില്ല. ഇപ്പം ഈ കഴിഞ്ഞ മാസം കുംഭത്തിൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളമില്ലല്ലോ. അത് അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഇപ്പം ഈ മാസം ഈ കൊല്ലം കുറച്ച് മഴ കിട്ടിയ കാരണം, കുംഭത്തിൽ മഴ കിട്ടിയ കാരണം പഞ്ചായത്തിനും വെള്ളം അടിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോഴേ ഇവരിങ്ങനെ തുടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കണില്ല. ഞങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ നിലമ്പൂർ പഴയ കാലം പോരല്ലോ. നിലമ്പൂർ ഞങ്ങൾ നോക്കില്ല നോക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭയങ്കര പണി ഞങ്ങൾ എടുക്കും. ഞങ്ങൾ നിലമ്പൂർ ഞങ്ങൾ ജാതിനെ താത്തി കെട്ടി ഇപ്പോഴെന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല പണി തന്നെ എടുക്കും. വേണ്ട നേതാക്കന്മാർക്ക് അതുപോലെ ഈ ഞങ്ങളുടെ ഈ ഇത് വഹിക്കണ മെയിൻ മന്ത്രിക്ക് വരെ ഞങ്ങൾ നിവേദനങ്ങൾ ചെയ്യും. ഇവർ ചെയ്യണം പോകുന്നത് ഇവർക്ക് എന്തോ അടിപൊളി കിട്ടുന്നുണ്ട്. അതാണ് ഞങ്ങളെ ഉപയോഗിച്ചിട്ട്. സോമയുടെ ഇപ്പോൾ പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തതിൻ്റെ പേരിൽ ആദിവാസികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ നിങ്ങളെ വീടിന്മേൽ വരെ പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ അഴിമതി നടത്തിയതുകൊണ്ടാണ് ആ വീട് ചോരുന്നതെന്നും നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം കിട്ടുന്നില്ല എന്നുമാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇല്ലാത്തൊരു പക്ഷം നിങ്ങൾക്ക് ഇതിനു മുന്നേ നിങ്ങൾ താമസിച്ചിരുന്ന ഗുഹയ്ക്കുള്ളിലായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇതിലേറെ സന്തോഷപരമായിട്ട് ജീവിക്കാൻ പറ്റിയിരുന്നു. മഴ പെയ്യുമ്പോൾ പേടിക്കാതെ ചോരാതെ, ചേച്ചി പറഞ്ഞ പോലെ ചോരാതെ കടന്നുറങ്ങാൻ പറ്റിയിരുന്നു. ഇപ്പോൾ സർക്കാർ സംവിധാനത്തിൽ നിങ്ങൾക്ക് ഈ മലയിൽ ഒരു വീട് വെച്ച് വന്നപ്പോൾ ആ വീട് ചോർന്നൊലിച്ചിട്ട് സമാധാനപരമായിട്ട് ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് കടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഇവർ കെട്ടിടം വയ്ക്കുമ്പോൾ അന്നേ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ കെട്ടിടം നേരാങ്ങൾ നൂറിൻ്റെ കണക്കോ അത് കഴിയുമ്പോൾ നിങ്ങൾ വേലയിലേക്ക് പോകുമോ, നിങ്ങൾ അവിടെ മാന്തി ഇവിടെ മാന്തി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കേട്ടേക്കണം എന്നൊക്കെ ഒരു പ്രസ്താവന അവർ അന്നേ പറഞ്ഞിരിക്കും. ഞങ്ങൾ അത് ചെയ്യും. ഇതൊക്കെ ഈ മല ഞങ്ങൾ എവിടെയും കെട്ടിടം കെട്ടുകയും ചെയ്യും, കിടക്കുകയും ചെയ്യും, എല്ലാ ചെയ്യുകയും ചെയ്യും. നമ്മുടെ ശാന്ത പറഞ്ഞ മാതിരി അതുമ്പോൾ പറഞ്ഞാണ് ഉത്തമം. ഒരു കാറ്റ് വന്ന ആ കെട്ടിടമല്ലേ പോവുള്ളൂ, മനുഷ്യൻ പോവില്ലല്ലോ. ഇതല്ല വല്ല ഒണ്ണാക്ക് ഒക്കെ മേത്തക്കാട് മനുഷ്യൻ ചത്തുപോയില്ലേ, ബാക്കിയല്ലേ ചോർച്ച കൂടുക പോകുന്ന. ഞങ്ങൾ അതേപടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ ഒരു കുസനാപ്പ് കെട്ടി ഞങ്ങൾ മക്കളായിട്ട് കുസനാപ്പ് കെട്ടി ഞങ്ങളെ കിടക്കും. അതിന് ചോദിക്കാൻ പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലേണ്ടി വരും ഞങ്ങൾ, അല്ലാതെ ഞങ്ങൾ വിടൂല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്കും വേദനയുണ്ട് ഞങ്ങൾക്ക്. കാരണം ഈ മലയിൽ കുമാരഗിരി മുതലാളി മേടിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആൾക്കാർ ഇഷ്ടം പോലെ മല കിടന്നാണ്. അവരതുപോലെ ജീവിച്ചിട്ട് കോലത്തെ മുതലാണിത്. ആ മുതലാളി മേടിച്ചിട്ട് ആ മുതലാളി ചെയ്തിട്ടില്ല. ഈ കണ്ട സാധനം ഇത് നോക്കിക്ക, ഇതൊന്നും മുതലാളിയുടെ വകയാണ്. അതൊക്കെ അവർ കൈയും മൂക്കിൻ്റെ വെൽപ്പിൽ കിട്ടിയതാണ് ഈ സാധനമൊക്കെ. അതുപോലെ പലതും ഞങ്ങൾക്ക് കൈയൂക്കില്ലാത്ത കാരണം ഞങ്ങൾ മലയെ കിടക്കും. ഇതൊക്കെ ഒക്കെ വഴിയുണ്ടാവും. അത് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് നമുക്കിത് എത്തിക്കാം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം സാധാരണക്കാരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്ത് എത്തിക്കും. ഇവരും മനുഷ്യരാണ്. ഞങ്ങൾ ഒരു 3 കൊല്ലോടെ ഇവിടെ ഇന്നും പറ്റുള്ളൂ ഞങ്ങൾക്ക്. അത് ഞങ്ങൾ കുട്ടികൾക്ക് തട്ടുപോകും. അത് കാരണം കപ്പാസിറ്റി ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അതിന്റെ മുന്നേ 3 കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേ മലകളെ കയറി ആ മരം പോലെ വെട്ടി പേക്കാലുകളെ പേക്ക് അതൊക്കെ വെട്ടിട്ട് ഞങ്ങൾ കെട്ടിടം കെട്ടി ഞങ്ങൾ കിടക്കും. കുച്ചനാപ്പ് കെട്ടി ഞങ്ങൾ കിടക്കും. അതിന് ഏത് മുതലാളിയല്ല, അല്ലെങ്കിൽ ഞങ്ങള് ഗവൺമെന്റിന് ഓർഡർ ഇട്ട് വെടിവെച്ച് കൊല്ലേണ്ടി വരും. അത്രയ്ക്ക് സങ്കടമുണ്ട്. കാരണം ഈ മുതലാളിമാർക്ക് ഇത്ര ഇതൊക്കെ ചെയ്തിട്ട് ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാനും നോക്കാനും ഒരു മനുഷ്യൻ പോലും ഉണ്ടായില്ലോ. ഇതുണ്ടോ, ഇതിപ്പോ ഈ തവണ ഈ ചെറുക്കന്മാര് ഇനി ഉള്ളിക്കട കണകൂട ഇതൊക്കെ പൊട്ടിപ്പോയതാണ്. ഇത് കേട്ടോ, ഇനി ഉള്ളിതാണ് മാറ്റങ്ങളുണ്ട്. ഇതുണ്ടോ, അത് പോതാണ്, അങ്ങനെ പോയതാണ് ഇതൊക്കെ.
അല്ലാതെ നിങ്ങൾ കുത്തിപ്പൊളിച്ചല്ല. എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയാ. ഇത് എത്ര മണൽ വാരി അതിന്റെ ഉള്ളിട്ട് ടൈറ്റാക്കിട്ടാ കൊടുത്താൽ മതി. ഇതുണ്ടോ, ഇതിപ്പോ മണ്ണെറിഞ്ഞ് തോന്നുന്നതാ, അതൊക്കെ പറഞ്ഞ് ഇടിയിക്കേണ്ട കേസാണ്. പാതകം അല്ലേ? ഇത് നോക്കിക്കോ, മുകളിലേക്ക് നോക്കിക്കോ, മുകളിൽ പൊട്ടിക്കണുണ്ടോ? ഇത് പെപ്പർ പോലെ നിൽക്കുന്ന കുഞ്ഞ ഓർക്കണേ, നിൽക്കൂല കണ്ടോ? ഫുള്ള് പുതലിറങ്ങിക്കണല്ലേ? ആ വെള്ളം കൂടെ ഇറങ്ങി. പുറംചാട്ടം വിട്ട് കമ്മിയാണല്ലോ അല്ലേ? പുറംചാട്ടത്തിന്റെ കുറവാണ്. ഇത് ഇവിടെ നല്ലൊരു മതിലാണ് കേട്ടോ, നേരെ ഹൈറ്റുമാണ്. എനിക്ക് വിശ്വാസം. ഞാനൊരു 3 കൊല്ലോട് ബന്ധിപ്പിച്ചിട്ടുള്ളൂ. രസമില്ലെങ്കിലേ ഞാൻ അവിടെ ഒരു കുസറാപ്പ് കിട്ടി. ഫുള്ള് കല്ല്. ഈ കല്ല് കുസറാപ്പ് എന്റെ കുട്ടികളെ കെട്ടിട്ട് അവിടെ കിടക്കും. ഈ വീടിന്റെ അവസ്ഥ അതൊക്കെ തന്നെ കേട്ടോ. വാതിലുകളൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മരത്തിന്റെ ഭാഗമല്ല, ഇതിന് മരത്തിന്റെ ഭാഗമല്ല, ഫൈബറാണ് സാധനം. ഫൈബർ അല്ലേ? പൊട്ടി പൊട്ടി പൊടിഞ്ഞ് പൊടിഞ്ഞ് പോരും അതിന്റെ ഉള്ളിൽ നിന്ന്. ഞങ്ങള് ഇതിന്റെ ഉള്ളിക്കൊന്ന് വന്നോക്കാൻ ഒരു ആളും ഇതിന്റെ ഉള്ളില് വരുന്നില്ല. നോക്കി, ഇതിന്റെ ഉള്ളിൽ ചോരുന്ന ഒരു ഇതിപ്പോ നിങ്ങളെ വീടാണല്ലേ? ചാത്തന്റെ വീട്. ചോരുന്ന പെരയാണ്. ഇത് നിറച്ചും വെള്ളമാണ്. നോക്കി, വെച്ച് തിന്നാനൊരു ഒരു ഷെഡ് പോലും ഇല്ലാത്ത ഞങ്ങള് വെച്ച് തിന്നാൻ ഞങ്ങൾ ഒരു ഷെഡും ഇല്ലാത്ത ഈ വള്ളത്തിന്റെ മോളാണ് ഞങ്ങൾ ഇത് വെച്ച് ഉണ്ടാക്കുന്നത്. ഒന്ന് നോക്കി, ഇതാ ഒരു ഭാഗം തൊഴിലാണ്, ഒരു ഭാഗം ചെറിയൊരു പെരയാണ്. അത് എന്തിട്ടാ ഞങ്ങൾ കാട്ടുക? ഇതുകൊണ്ടാണ് ഞങ്ങൾ വെച്ച് നിന്നത്. എല്ലാരും കാണണം. ഒരു പെര പോലും ഇതിനെ മോൾ നോക്കി ഒക്കെ ചോറ് വെച്ചും കൊണ്ട് എല്ലാ പെരത്തിന്റെ ഇതിന് മൊത്തം ചോരാണ്. നോക്കി കണ്ടോ, എങ്ങനെ ഇതിനുള്ളിലൊക്കെ നിന്ന് ഞങ്ങൾ കഴിഞ്ഞു കൂടും ഞങ്ങൾക്ക് ഒരു മനസ്സാവുന്നില്ല. അല്ലെങ്കിൽ ചോറിനാണ് ഇതൊക്കെയാണ് കാണും. ഉണ്ട് എപ്പോഴെപ്പോഴും ഞാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളിലാണ് ഞങ്ങൾ ഈ വെച്ച് മായ പെയ്ത ആകെ തണുപ്പാണ്. എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം കാണും. ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തുമ്പോ ഇതിനൊരു പരിഹാരം വരും. നിങ്ങള് സമാധാനമായി കേട്ടോ. ഫൈബറിന്റെ ജനോലില്ല, കട്ടിലല്ലല്ലോ ഇത്, ഫൈബർ കട്ടിലും വെച്ചില്ലേ? എല്ലാതും ഫൈബറാണ്. അത് ശരി. കാരണം നമ്മളെ പേർക്ക് വല്ലാതെ കോട്ടം വന്നില്ല. കട്ടിലേക്ക് രസം കുഴപ്പം വന്നു. ചോർച്ച ഉണ്ടെന്നുള്ളൂ അല്ലേ? കട്ടിലെ പൊളിഞ്ഞ കിടക്കുമ്പോൾ എല്ലാവരും പൊളിയാണ്. സിമെന്റും എങ്ങനെ ഇതിനുള്ളിൽ നിൽക്കുന്ന ദൈവത്തിനെ പോലും അറിയാൻ പറ്റൂല. അതാണ് പൊളിഞ്ഞാടി അതിനുള്ളിൽ കടന്ന് മരിച്ചത്. യാതൊരു കോലവും ഞാൻ കണ്ടിട്ടില്ല. ജീവൻ പോകാനിരിച്ചു. ഒരു മനുഷ്യന്മാർ ഓടിക്കൂടാനും ഇവിടെ ഇല്ല. സത്യമായിട്ടും ഞങ്ങൾ ഇതിനുള്ളിൽ കടന്നാലും ആരും വണ്ടി വരില്ല. അവിടെ കിടക്കനേ ഇരിക്കുള്ളൂ. അവിടെ ചൂരന്മാരെ പൊളിഞ്ഞ് ചാടിയമാരൊക്കെ ഞങ്ങളെ പേരെ എപ്പോഴാണ് പൊളിഞ്ഞാന്ന് പറയാൻ പറ്റില്ല. ജീവൻ പോകാനേ ഇരിക്കുള്ളൂ. അപ്പൊ പിന്നെ എല്ലാരും വണ്ടി കൂടൂലേ? മൂടാലോ അതിന് വേണ്ടിട്ട്. അല്ല ഒന്നല്ല, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അടുക്കള ഈ വീട്ടിലെ പദ്ധതി പ്രകാരം അടുക്കളല്ല. ഇല്ല, ഇവര് വെച്ചിരുന്ന സ്ഥലമാണിത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം തരുന്നുണ്ടോ? ഇല്ലല്ലോ. സർക്കാർ വകയ്ക്ക് എല്ലാ വീട്ടിലും തന്നെ അടുക്കളല്ല ഉള്ളില്. എല്ലാരും ഇതേ തന്നെയാണ്. പുറത്ത് വെച്ചിട്ട് കഴിക്കുമ്പോ ഉണ്ടാക്കി വലിച്ചിട്ടിട്ട് വേണം കഞ്ഞി ഉണ്ടാക്കാനേ. എന്തെങ്കിലും വല്ല പരിഹാരം ഉണ്ടോ ഇതിന്? വെച്ച് നിന്ന ഈ വള്ളത്തിന്റെ മുകളിൽ ചവിട്ടി നിന്ന് തന്നെ എനിക്ക് ബാധ ഉണ്ടായിട്ട് ഒന്നിനും കഴിയൂല. തണുപ്പൂടി നടന്നിട്ട് എനിക്ക് 2 കാലും ഒരേമാതിരി വേദനയാണ്. പുറത്ത് അങ്ങാച്ച് പറ്റുന്നില്ല. ഒന്ന് മൂത്രമൊക്കെ എനിക്ക് പുറത്ത് കഴിയൂല, ഒരു വടിയില്ലാതെ. ഊരമായിട്ടാണ് തല്ലിപ്പൊളിയാണ്. എപ്പോഴൊന്നും പറയാൻ പറ്റൂല. എല്ലാം ചോദിക്കും. ഇതാണ് അവസ്ഥ ഞങ്ങൾക്ക്. വള്ളത്തിന്റെ മുകളിൽ നിന്ന് ചവിട്ടി നിന്ന് വസ്ത്രം ഉണ്ടാക്കുക, അല്ലാതെ കോലുണ്ടോ? എങ്ങനെയാണ് കഴിച്ചാലേ പറ്റും.
ജീവൻ പോകാൻ കഴിയില്ലല്ലോ ഓസനില്ലാതെ. അതാണ് അതിന് കൊടുത്തിട്ട് ഈ വള്ളത്തിൻ്റെ മുകളിൽ നിന്നിട്ട് വെച്ചുണ്ടാക്കണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം എല്ലാ അധികാരികളിലും ഉണ്ടാവും. ഇത് ഷെയർ ചെയ്ത് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യും. കാരണം വെച്ചാൽ ഇവരും മനുഷ്യന്മാരാണ് ഇവരും. കാരണം വെച്ചാൽ ഇവർ ആ ഒരു ഗുഹക്കുള്ളിൽ നിന്നും ഇവിടെ സമൂഹത്തിലേക്ക് കൂടുന്ന നല്ല വീടും കാര്യമൊക്കെ വെച്ചുകൊടുത്തപ്പോൾ ഇവരോട് പറഞ്ഞാലും നിങ്ങളത് കുത്തിപ്പൊളിച്ച് വീണ്ടും ഇവിടുന്ന് പോകരുത്. സാധാരണ ഇവരെ മുൻഗാമികൾ ചെയ്തിരുന്നത് വീടൊക്കെ വെച്ചുകൊടുത്താൽ അതൊക്കെ കുത്തിപ്പൊളിച്ചിട്ട് മണ്ണ് മാത്രമേ ഇവർ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇവരും ഡീസൻ്റായി ജീവിക്കുന്നുണ്ട്. പക്ഷേ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ട് ആ സാഹചര്യത്തിൽ നിൽക്കാൻ പറ്റാതെ ചോർന്നൊലിക്കുന്ന വാതിലുകളില്ലാത്ത ഈ ഒരുപാട് ശല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള മേഖലയാണ്. ആ ഒരു മലയിൽ തന്നെയാണിത്, എസ്റ്റേറ്റ് തന്നെയാണിത്. അപ്പോൾ അത്രയും ശല്യങ്ങളിലൊരു വീടും കാര്യമൊക്കെയാണ് ഇവർക്കുള്ളത്. കാരണം വെച്ചാൽ ഇവരുടെ വീടുകളൊക്കെ ടാർപ്പായും ഷെറ്റ് ഒക്കെ കുറേ സൈഡിലൂടെ വലിച്ചു വെച്ചിട്ട് അങ്ങനെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവരും മനുഷ്യരാണ്, ഇവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട്. അതിന് ബന്ധപ്പെട്ട സർക്കാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. അതുവരെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്നെ കാണുന്ന, ഞങ്ങളെ കാണുന്ന നമ്മുടെ കുടുംബത്തിലെ ഒരു മെമ്പർമാരായി ഇവരെ കണ്ടുകൊണ്ട് നേരെ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം.